മുടി കണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ മുടി കിട്ടണേ നമ്മൾ എന്തിനു ചെയ്യണ്ടേ? ഇതൊന്നും വർഷക്കണക്കിന് കൊല്ലക്കണക്കിന് ഉപയോഗിക്കാൻ ആവശ്യമില്ല. ഈ സാധനം ഒരു ബോട്ടിൽ വാങ്ങിയാൽ എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട്. കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനൊക്കെ വിശ്വസിച്ച് എംഫോർട്ടേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിന്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത്. നമ്മൾ യൂട്യൂബേഴ്സിനെ അന്ധമായിട്ട് വിശ്വസിച്ച് ഭയങ്കര ആരാധനയാവും. ആരാധന കഴിഞ്ഞിട്ട് ഇവർ എന്ത് പറഞ്ഞാലും നമ്മളത്. എല്ലാവർക്കും നമസ്കാരം. ഒരു 4 മാസം മുന്നേ ഒരു ആദിവാസി ഹെയർ ഓയിലും റിലേറ്റ് ചെയ്തിട്ട് ഒരു പരസ്യമൊക്കെ കൊടുത്ത് നമ്മുടെ എംഫോർടെക് ജിയോ മച്ചാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ വീഡിയോ എന്തുവാ എന്നുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം, 4 മാസം മുന്നേ. എന്നാൽ ഇന്ന് ആ ഓയിലുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആദിവാസി ഹെയർ ഓയിൽ നമ്മുടെ എംഫോർടെക്കിൽ ജിയോ മച്ചാൻ പ്രൊമോട്ട് ചെയ്തതിനെ തുടർന്നിട്ട് കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 4 മാസം മുന്നേ ഇട്ടിട്ടുള്ള ആ വീഡിയോ പ്രൊമോഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. മുഴുവൻ ഫേമസ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഏഷ്യയിലെ പല കൺട്രിയിലും ഫേമസ് ആയിട്ടുള്ള ആദിവാസി ഓയിൽ, അത് ഇവരുടെ മുടിയുടെ സീക്രട്ട് ആണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ആ ഒരു മാജിക്കൽ ഓയിൽ എങ്ങനെ റെഡിയാക്കി എടുക്കും നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ, അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്നതെന്ന് ചേട്ടൻ, മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ്, നമുക്ക് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തെ മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടാവുമ്പോൾ എന്ത് കരുത്താന്ന് നോക്കി. അതുമാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയുക, നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ്, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും വരിവരിയായിട്ട് മറ്റേ പണ്ട് സ്കൂളിൽ അസംബ്ലിക്ക് പിടിച്ച് നിർത്തുന്ന പോലെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ജിയോ മച്ചാന്റെ പ്രൊമോഷൻ രീതി ട്രിക്ക് ആയിരിക്കും അല്ലേ? ആയിക്കോട്ടെ, നല്ലത്, പ്രൊമോഷനൊക്കെ നല്ലതാണ്. പക്ഷെ ഏറ്റെടുക്കുന്ന പ്രൊമോഷനിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു മിനിമം ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അത്യാവശ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പ്രൊമോഷനും കാര്യങ്ങളും ഏറ്റെടുക്കാൻ. എന്തായാലും ഹെയർ ഓയിലിന്റെ പ്രൊമോഷൻ നോക്കാം. മുടി കണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ മുടി കിട്ടണേ നമ്മൾ എന്തിനു ചെയ്യണ്ടേ? ഇതൊന്നും വർഷക്കണക്കിന് കൊല്ലക്കണക്കിന് ഉപയോഗിക്കാൻ ആവശ്യമില്ല. ഈ സാധനം ഒരു ബോട്ടിൽ വാങ്ങിയാൽ ഒരു ആൺ പിള്ളേർക്ക് കറക്റ്റ് ആയിട്ട് 3 മാസം വരും. 3 മാസം അടുപ്പിച്ച് തേക്കാം. പിന്നെ അത് നിർത്താം. വീട്ടിലുള്ള സാധാരണ എണ്ണ നിങ്ങൾ ഉപയോഗിച്ചാലും മതി. ഉപയോഗിച്ചാലും മതി. ആദ്യത്തെ 3 മാസം ഉപയോഗിക്കണം. 3 മാസം ഉപയോഗിക്കണം. പക്ഷെ ആൺമക്കൾക്ക് കിടക്കുന്ന ടൈം എണ്ണ മുടിയുടെ വേരുകളിന്റെ അകത്ത് തേക്കാം. രാവിലെ ഇട്ട് കുളിക്കാം, നൈറ്റ് തേക്കാം, രാവിലെ കുളിക്കാം. ആഴ്ചയിൽ 3 ദിവസം 1.5 ഗ്യാപ്പ് ഇട്ട് തേച്ചാൽ മതി. ആഴ്ചയിൽ 3 ദിവസം മതി. പിന്നെ ആണുങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം. പെൺപിള്ളേർക്ക് ഇങ്ങനെ 2 ബോട്ടിൽ വരും. ഇത് 6 മാസത്തിന്റെ കോഴ്സ് ആയിരിക്കും. പെൺപിള്ളേർക്ക് എളുപ്പിച്ചുള്ള മുടിക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ചാൽ മതി. അതായത് ആണുങ്ങൾക്ക് ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 1 കുപ്പിയും, പെണ്ണുങ്ങൾക്ക് 2 കുപ്പിയാണ് പറയുന്നത്. അതും ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. റിസൾട്ട് കാണാൻ വേണ്ടി നമുക്ക് കുറെ നാളൊന്നും വേണ്ട. 10 മുതൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് മുടിന്റെ കൊയ്ച്ചലുണ്ടോ, താരണുണ്ടോ, ഊറിന് പൊളിയാൻ മുടി എല്ലാ ഹെൽത്തും സ്റ്റാപ്പ് ആകും. ഓക്കെ. അപ്പോൾ ഈ ഒരു എണ്ണ അവർ ഇറക്കുന്നത് പ്രകൃതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലാണ്. പ്രകൃതി എന്ന ബ്രാൻഡ് നെയിമിലാണ് ഈ ഹെയർ ഓയിൽ അവർ പുറത്തിറക്കുന്നത്. ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 10-15 ദിവസത്തിൽ തന്നെ മുടി കൊഴിച്ചിലും താരനും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഹെയറിനുണ്ടെങ്കിൽ, ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ പടയെന്ന് പറഞ്ഞു നിന്ന് കൊഴുത്ത് തഴച്ച് വളരുമെന്നാണ് നമ്മുടെ ആദിവാസി ഹെയർ ഓയിലിന്റെ ടീമും പറയുന്നത്. അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ ജിയോ മച്ചാനും പറയുന്നത്. ജിയോ മച്ചാനെ പോലെ ഒരാൾ വന്നിട്ട് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ വേണം പ്രൊമോട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മെനയാവും. എന്നാൽ മെനയായി. ബാക്കിയും കൂടി കാണാം ജിയോ മച്ചാന്റെ പ്രൊമോഷൻ രീതി. ഞാനിത് 5 വർഷമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് പ്രകൃതി പ്യൂർ ആയുർവേദന്റെ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരെല്ലാം വാങ്ങിയിട്ടുണ്ടോ. കമന്റ് സെക്ഷനിൽ നമ്മൾ ഒറിജിനൽ റിവ്യൂ ആണ് പ്രകൃതി പ്യൂർ ആയുർവേദന്റെ. ഇതാണ് നമ്മൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. വെബ്സൈറ്റിന്റെ ലിങ്ക് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമന്റ് ആയിട്ടും അത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങാനായിട്ട് എളുപ്പത്തിന് ഈ വീഡിയോയുടെ അതെ, ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും എല്ലാത്തിലും നിരത്തി പിടിച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഓയിൽ വാങ്ങാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ. ജിയോ മച്ചാൻ കൊടുത്ത ഈ ഒരു പ്രൊമോഷൻ കാരണം ഒരുപാട് പേര് എൻ്റെ ഒരു അറിവിൽ ഈ ഓയിൽ മേടിച്ച് കാണും. അങ്ങനെ മേടിച്ച ഒരാൾക്ക് ഈ ഓയിൽ തേച്ച് ഉള്ള മുടിയും കൂടി പോകുന്ന ഒരവസ്ഥ, മുട്ടയാവേണ്ട സിറ്റുവേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ആദ്യം. എന്നിട്ട് ദീപ്തി ടീച്ചർ പറയുന്ന നമുക്ക് കേട്ടു നോക്കാം. അത്ര വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ ആദിവാസി ഓയിൽ എംഫോർടെക് ജിയോ മച്ചാൻ പറഞ്ഞിട്ട്. അതിന്റെ വീഡിയോയും നല്ല റീച്ചിൽ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആളോടുള്ള വിശ്വാസത്തിന്റെ പുറത്തും നമ്മുടെ ആളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഓയിലാണ് ആദിവാസി ഓയിൽ, പ്രകൃതിയുടെ ഹക്കിപ്പിക്കി എന്ന് പറയുന്ന ഓയിലാണ്. അതായത് പ്രകൃതി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഹക്കിപ്പിക്കി ആദിവാസി ഹെയർ ഓയിൽ തന്നെയാണ്. ഒരുപാട് ബ്രാൻഡ് നെയിമിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട്. അതുപോലെ തന്നെയാണ് ജിയോ മച്ചാൻ പ്രൊമോട്ട് ചെയ്ത ഈ ഹിക്കി പക്കിയൊക്കെ നോക്കിയിട്ട് ഈ വ്യക്തി ഹെയർ ഓയിൽ വാങ്ങിയതിനെ തുടർന്ന് ഉള്ള മുടിയും കൂടി പോയി മുട്ടയാവേണ്ട അവസ്ഥയിലോട്ട് നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ആദിവാസി കമ്മ്യൂണിറ്റിയുടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി ഓയിൽ 3 മാസം കൊണ്ട് നല്ല മുടി വരും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഇത്രത്തോളം മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, നല്ല ഉള്ളുള്ള മുടിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വെട്ടി, എൻ്റെ ശാരീരിക അസ്വസ്ഥതയും എല്ലാം കൊണ്ട് ഞാനത് വെട്ടി.
ഇപ്പോൾ രണ്ടാമതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആക്ടിങ് പർപ്പസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് രണ്ടാമതും പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പക്ഷേ ഒരു രക്ഷയില്ല. അതെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. മുടി അതെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വല്ലാതെ തേഞ്ഞൊട്ടിയ അവസ്ഥയിലാണ്. നല്ല മുടി ഉണ്ടായിരുന്ന ഒരാളെ ഹെൽത്ത് ഇഷ്യൂസോ എന്തോ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് മുടി വെട്ടി, ചിലപ്പോൾ നമുക്ക് വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ അസ്വസ്ഥതയും കാര്യങ്ങളായിരിക്കും. എന്നാൽ പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് സിനിമയിലൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് മുടി വളരണം, എനിക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മൂത്ത് തന്നെ നമ്മുടെ ജിയോ മച്ചാൻ പ്രൊമോട്ട് ചെയ്ത പ്രകൃതി എന്ന് പറയുന്ന ആദിവാസി ഹെയർ ഓയിൽ മേടിച്ച് 3 മാസത്തിനുള്ളിൽ മുടി വളർത്താൻ ശ്രമിച്ച ചേട്ടന് സംഭവിച്ചത് മുടി കൊഴിച്ചിലും ധാരണമാണ്. ഒന്നും മാറിയില്ല, ഒന്നും പോയതുമില്ല, ഉള്ളതും കൂടി പോയി കിട്ടി എന്ന അവസ്ഥയാണ് ഈ ചേട്ടൻ പറയുന്നത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. ബാക്കി ഒറ്റപ്പെടുത്തത്തിന് തന്നെ നല്ല മുടി കൊഴിച്ചിലാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ യൂസ് ചെയ്തത് സെപ്റ്റംബർ 27-ാം തീയതി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇന്ന് 25 ദിവസമായി. 25 ദിവസമായിട്ടും യാതൊരു ഫലവും കണ്ടിട്ടില്ല. പക്ഷേ വേറെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഓയിലുകളും കാര്യങ്ങളും ഞാൻ വേറെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വരുത്തിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിടുന്ന ഓയിലിൻ്റെ അത്ര പോലും ഫലം ഇത് ചെയ്യുന്നില്ല. കാരണം ഇത് ലിറ്ററിന് 2500 രൂപയാണ്. എന്തായാലും ഇത് വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും തന്നില്ല. ഇനി തരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഇനി മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വേറെ അമ്മച്ചിനോട് പറഞ്ഞിട്ട് വേറെ ഒരു ഓയിലൊക്കെ ഉണ്ടാക്കി അമ്മച്ചിയുടെ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പോലും മുടിയും കൊഴിയാറുള്ള താരം നിങ്ങൾക്ക് എൻ്റെ ഇതുമൊക്കെ കാണാൻ പറ്റും. താരനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അമ്മച്ചിനോട് എണ്ണ കാച്ചി കൊടുത്തു വിടാനാണ് ഞാൻ പറയാൻ പോണത്. ലിറ്ററിന് 2500 രൂപയാണ് ഈ ഓയിലിന്. ഇത്രയും രൂപ കൊടുത്ത് മേടിച്ച് ഓയിൽ തേച്ചതിന് ശേഷം ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. സ്വന്തം അമ്മച്ചി നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന എണ്ണ ഇതിനേക്കാളും ഭേദമെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. ഞാനും പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ എണ്ണ കാച്ചും. അതായത് ചെമ്പരത്തി, കൈതോന്നി, ബ്രഹ്മി, തുളസി, മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചിയെടുക്കും. മില്ലിലൊന്ന് മേടിച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ അങ്ങനെ കാച്ചിയെടുക്കുന്ന എന്ത് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അത് തേക്കുമായിരുന്നു. ഇപ്പോൾ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് പോകും. ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു, നല്ല ഹെയർ ആയിരുന്നു. എനിക്ക് ഈ ഷോൾഡറിന് താഴെ വരെ ഹെയർ ഉണ്ടായിരുന്നു. അതായത് കുറുക്ക് വരെ എനിക്ക് ഹെയർ ഉണ്ടായിരുന്നു. സാധാരണ നമ്മളിവിടെ എണ്ണയൊക്കെ എടുത്ത് തേച്ചിട്ടുള്ള ഹെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഹിക്കി പിക്കിയും തേച്ചില്ല, ഒരു പക്കി ഹിക്കിയും തേച്ചില്ല. സാധാരണ രീതിയിൽ സാധാരണ എണ്ണ തേച്ച് മുടി വളർന്നത്. എന്തിനാ വെറുതെ ഹിക്കി പക്കിയും പിക്കി പിക്കിയൊക്കെ വാങ്ങിച്ച് തേക്കുന്നത്? ഇതുപോലെ ഇരിക്കും അവസാനം. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട്. കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനൊക്കെ വിശ്വസിച്ച് എംഫോർട്ടേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത്. അപ്പോൾ ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിലും ഇതൊന്നും രക്ഷയില്ല. 3 മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അത് കാരണം നമ്മൾ വാങ്ങിച്ചതാണ്. നമുക്ക് അത്രയും അത്യാവശ്യമാണ് മുടിയും കാര്യങ്ങളും താടിയൊക്കെ. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ മുടിയായിരുന്നു മുടിയും താടിയൊക്കെ. അപ്പോൾ പക്ഷേ അതൊരു വിശ്വാസവഞ്ചന തന്നെ ആയിപ്പോയി. ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ കാണാം, ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് പൈസ പോയാലല്ല, ഒരു വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചിട്ട് അത് നമ്മളെ ചതിക്കുക എന്നുള്ളൊരു രീതി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. പൈസ പോകണമെങ്കിൽ പോട്ടെ, അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ വലിയ വലിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ, സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ് എല്ലാം അവരെ വിശ്വസിക്കുന്ന ആൾക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവർ തേച്ച് നോക്കത്തുമില്ല, ഒരു തേങ്ങയും ചെയ്യത്തില്ല. പകരം ഇതുപോലെ ഓരോന്ന് സാധനം ഇട്ട് വീഡിയോ ഇട്ട് പ്രൊമോട്ട് ചെയ്ത് അവർ യൂസ് ചെയ്യത്തുമില്ല. എന്നാൽ നാട്ടുകാരെ പറ്റിച്ച് ഇതുപോലത്തെ പരിപാടി അവർക്ക് കിട്ടേണ്ട പൈസയും കിട്ടും. എന്നാൽ വാങ്ങി തേക്കുന്നവൻ്റെ അവസ്ഥ ഇതുമായിരിക്കും. എംഫോർടെക്കിലെ ജിയോ മച്ചാനെ വിശ്വസിച്ച് അങ്ങേരെ വീഡിയോസ് കാണുന്ന ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു വ്യക്തിയാണ്, സ്വന്തം നാട്ടുകാരനും കൂടിയാണ്. ആ ഒരു വിശ്വാസത്തിലാണ് അങ്ങേരെ പ്രൊമോട്ട് ചെയ്തത് ജെന്യുവൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ മേടിച്ച് തേച്ചത്. അവസാനം ഇതായ അവസ്ഥ. ഞാനൊരു കാര്യം പറയാം, വേറെ ഒന്നുമില്ല. നിങ്ങളൊരു വീഡിയോ കാണുന്ന ഒരു യൂട്യൂബ്, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ കണ്ടുവിടുക. അത് ആരെയായാലും. അല്ലാണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള രീതിയിൽ വിശ്വസിച്ച് നടക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലപാട്, അഭിപ്രായം വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഏവനെങ്കിലും എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് വിട്ടാൽ അതിന്റെ ചുക്കാൻ പിടിച്ച് പോകാതിരിക്കുക. ഇതുപോലെ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഫേക്ക് പ്രൊമോഷനുമായി റിലേറ്റഡ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ചാനലിലെ ദീപ്തി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. നമ്മൾ യൂട്യൂബേഴ്സിനെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ച ഭയങ്കര ആരാധനയാവും. ആരാധന കഴിഞ്ഞിട്ട് ഇവർ എന്ത് പറഞ്ഞാലും നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കും. അവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കും. അവരിന്നൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ അത് കാരണമാണ് ഞാൻ ഇത്ര സുന്ദരിയായിരിക്കുന്നത് പറഞ്ഞാൽ ഇത് കാണുന്നവരത് വിശ്വസിച്ചിട്ട് നമ്മൾ യൂട്യൂബേഴ്സ് പറയുന്നത് അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിയ കുറേ കേസുകൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എവിടേക്കോ അതിൻ്റെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ എന്ത് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇത് കുറച്ച് പേരെങ്കിലും ഒരു അവയർനെസ് ആക്കി നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു 4 പേര് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ ചേർക്കാം. വായിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പേര് ഞാൻ പറഞ്ഞ കൊച്ചിനോട് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യും. പേര് പറഞ്ഞാലും ഇവിടെ വ്യക്തി മനസ്സിലാക്കില്ല. അപ്പോൾ ദേവി എന്ന് പറഞ്ഞൊരു കൊച്ച് അത് ഇതുപോലെ ഏതൊക്കെ യൂട്യൂബറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്ത ഏതോ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് സ്കിന്നിലും
ഫേസിലും കയ്യിൽ ശരീരത്തും മുഖത്തും ഒക്കെ അലർജി വന്നു, അങ്ങനെ വെള്ളപ്പാട് പോലെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബർ ഒരു പ്രോഡക്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞു, വർഷങ്ങളായിട്ടല്ലേ നാളുകളായിട്ട് ഇതിനെ ഫോളോ ചെയ്ത് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് ഫോളോ ചെയ്ത ഒരു വ്യക്തി അതങ്ങ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്തോ അലർജിയായി പ്രശ്നങ്ങളായി. ഇതൊക്കെ ചെറിയ പിള്ളേർ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ കൂട്ടി വെച്ചു, അല്ലെ അച്ഛൻ്റെ അമ്മയുടെ കാല് പിടിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഈ പ്രശ്നം ഇതൊക്കെ ഓർഡർ ചെയ്തെടുക്കുന്നത്. കിട്ടുന്ന സാധനം കിട്ടിക്കഴിയുമ്പോൾ ഈ ചൊറിഞ്ഞു പൊട്ടി വയ്യാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന ചീത്ത എന്ന് പറഞ്ഞാൽ 1.5 വഴക്കായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇത് അവരുടെ ഹോം ടൂർ കണ്ടിട്ട് അവരുടെ ബന്ധുക്കളെ അറിയാം, അവരുടെ പേരറിയാം, അവരുടെ ജോലി അറിയാം, അവരുടെ ഇഷ്ടങ്ങൾ അറിയാം, അവരുടെ ഡെയിലി കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒന്നിൽ അവർ നമ്മുടെ വീട്ടിലാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആരൊക്കെയോ ആണ്, ഒത്തിരി ക്ലോസ് ആണ്, ഒരു സാധാരണക്കാരുള്ള ആൾക്കാരോടാണ്. അതായത് ഈ കാണുന്ന ഒട്ടുമിക്ക പ്രോഡക്റ്റും ഇവർ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കുറച്ച് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്നില്ല കേരളത്തിൽ, അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് കുറേ, അവരുടെ എല്ലാ ചാനലിലും ഒരേ സമയം ഈ പ്രോഡക്റ്റുകളുടെ പരസ്യം വരും, ഒരേ സമയം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മെയിൽ അത്യാവശ്യം റീച്ചുള്ള എല്ലാ യൂട്യൂബേഴ്സിനും വരും. യൂട്യൂബേഴ്സിന് വന്നിട്ട് അവർ ഇന്ന പോലെ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു, അതെന്താണെന്ന് പോലും അറിയാം. അവർ ചോദിക്കും എത്ര പേയ്മെന്റ്, ഇതെന്താ സാധനം എന്ന് പോലും അറിയാം. നമ്മൾ പേയ്മെന്റ് പറയും, അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെന്തെയും ഈ പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരും. നമ്മൾ ആദ്യമായിട്ടോ അവസാനമായിട്ടോ അന്നത്തെ ദിവസം ഒരു വീഡിയോ എടുക്കും, കാണിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ വേറൊരു കമ്പനി അപ്രോച്ച് ചെയ്യും, അപ്പോഴും പറയുന്നത്. പക്ഷേ ഇത് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത് കുഞ്ഞുങ്ങൾ വലിയ ആൾക്കാരൊന്നും ഇത് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മാറി, കുറേ പേരൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഇതെല്ലാം പെയ്ഡ് പ്രൊമോഷൻസ് ആണ്. ഈ പ്രൊമോഷൻ ചെയ്യുന്ന യൂട്യൂബറിന് പൈസ കിട്ടും, അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. നാളെ ഒരിക്കൽ ഇതൊരു പ്രശ്നമായിട്ടൊക്കെ നിങ്ങൾ ചെന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും, അല്ലെ യൂട്യൂബർ എന്ന് പറയും ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ലല്ലോ തേക്കാൻ, അല്ലെ അങ്ങനെ ഇങ്ങനെ നൈസായിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവരെന്തെങ്കിലും നാളെ ഒരു കാലത്ത് പ്രശ്നം വന്നല്ലേ, ഇപ്പൊ ഈ ബ്രോയ്ക്ക് തന്നെ മുടി കൊഴിച്ചില്ലെന്ന് നിങ്ങൾ പറഞ്ഞ സാധനം വാങ്ങിച്ച് തേച്ചിട്ട് എനിക്ക് മുടി കൊഴിച്ചില്ലെന്നു എന്ത്, ഇതിനൊന്നും ഒരു പരിഹാരം അങ്ങേര് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. ആര്? ജിയോ മച്ചാൻ. അത് തേഞ്ഞ് മാഞ്ഞങ്ങ് പോകും. പോയത് നഷ്ടം ഉണ്ടായതും അവരവർക്ക് തന്നെ, അത് സ്വയമേ അങ്ങ് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇനി ഇതിന്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവളെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതും വിശ്വസിച്ച് കുടയും പിടിച്ചുകൊണ്ട് പോവാതിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനമാണ്. നമ്മൾ കാലാകാലമായി തേക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് തേക്കണം. ക്രീമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാം ഇതുപോലെ തന്നെ. പണ്ട് കാലത്ത് ആൾക്കാർ ഇവിടെ ക്രീമും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചില്ലേ? എന്തുവാ, ഞാനൊക്കെ പണ്ട് ക്രീമും ഇടില്ല, ഒന്നും ഇടില്ല, സ്പ്രേ യൂസ് ചെയ്യും, പിന്നെ പൗഡർ ചിലപ്പോൾ എടുത്തിട്ടാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ പൗഡറൊക്കെ. എന്തിന്? അതിപ്പോ മാത്രമല്ല, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് ഇങ്ങനെയാണ്, ക്രീമും യൂസ് ചെയ്യത്തില്ല, ഒന്നും യൂസ് ചെയ്യത്തില്ല. എന്തിനു വെറുതെ ചുമ്മാ പൈസയും നഷ്ടം, എല്ലാം പോകും, ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും. ഇതാണ് അവസ്ഥ. എന്തായാലും ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.